നമസ്കാരം. എല്ലാവർക്കും പ്രാർത്ഥനാ തീർത്ഥത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഹൈന്ദവ മന്ത്രങ്ങളിൽ സർവശ്രേഷ്ഠമായിട്ട് കരുതുന്ന അതീവ പ്രാധാന്യമുള്ള ഒരു മന്ത്രമാണ് ഗായത്രി മന്ത്രം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഗായത്രി മന്ത്രം നിത്യവും ജപിച്ചാൽ ലഭിക്കുന്ന ഫലങ്ങളും അതുപോലെ തന്നെ ജപിക്കേണ്ട ശരിയായ രീതിയെക്കുറിച്ചുമാണ്. നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ ദുഃഖങ്ങളെയും ഇല്ലാതാക്കാൻ ഈ ഒരു ഗായത്രി മന്ത്രം ജപിക്കുന്നത് വഴി സാധിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ നിങ്ങൾ പുതിയതായിട്ടാണ് എന്റെ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ദയവേദി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ ഉണ്ട്, അതോടൊന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസിനും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഗായത്രി മന്ത്രം എന്ന മഹാമന്ത്രത്തിന്റെ അധിഷ്ഠാത്രിയായ ദേവി പഞ്ചമുഖിയും ദശഹസ്തയുമാണ്. ഋഗ്വേദം, യജുർവേദം, സാമവേദം എന്നീ 3 വേദങ്ങളിലും കാണുന്ന ഗായത്രി മന്ത്രത്തിന്റെ ഋഷി വിശ്വാമിത്രനാണ്. ഗായത്രി ഛന്ദസ്സിലാണ് ഇത് എഴുതപ്പെട്ടിരിക്കുന്നത്. സൂര്യദേവനോടുള്ള പ്രാർത്ഥനയായതിനാൽ ഗായത്രി മന്ത്രത്തെ സാവിത്രി മന്ത്രം എന്നും പറയപ്പെടുന്നുണ്ട്. അതീവ ശ്രേഷ്ഠമായ ഗായത്രി മന്ത്രം മന്ത്രങ്ങളുടെ മാതാവായാണ് അറിയപ്പെടുന്നത്. ഏത് മന്ത്രജപവും 3 തവണ ഗായത്രി ജപിച്ച ശേഷം ആരംഭിക്കുന്നത് ഇരട്ടി ഫലദായകമാണ്. സാധാരണയായി പ്രഭാത സന്ധ്യയ്ക്കും പ്രദോഷ സന്ധ്യയ്ക്കുമാണ് ഗായത്രി ജപിക്കേണ്ടത്. രാവിലെ കിഴക്കോട്ടോ വടക്കോട്ടോ അഭിമുഖമായും സന്ധ്യയ്ക്ക് പടിഞ്ഞാറോട്ടോ വടക്കോട്ടോ തിരിഞ്ഞും അല്ലാത്ത സമയങ്ങളിൽ വടക്കോട്ട് തിരിഞ്ഞും വേണം ഗായത്രി മന്ത്രം ജപിക്കാനായിട്ട്. രാത്രികാലങ്ങളിൽ ഒരു കാരണവശാലും ഗായത്രി മന്ത്രം ജപിക്കാനായിട്ട് പാടുള്ളതല്ല. നിന്നുകൊണ്ടോ അല്ലാത്ത സമയം ചമ്രം പടിഞ്ഞ് ഇരുന്നു കൊണ്ടോ വേണം ജപിക്കാൻ. സ്നാനാന്തരം ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ബുദ്ധിക്ക് ഉണർവ് നൽകുന്ന മന്ത്രമാണിത്. ഏത് പ്രായത്തിലുള്ളവർക്കും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. ഇന്നേ പ്രായക്കാർക്ക് മാത്രമേ, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് മാത്രമേ, പുരുഷന്മാർക്ക് മാത്രമേ, അങ്ങനെയൊന്നുമില്ല. ആർക്കും ജപിക്കാവുന്ന ഒരു മന്ത്രമാണ് ഗായത്രി മന്ത്രം. സകല ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാൻ നിത്യവുമുള്ള ഗായത്രി മന്ത്രോപാസന ഉത്തമമാണ്. ഈ ഒരു മന്ത്രം 108 തവണ ജപിക്കുന്നത് ശ്രേഷ്ഠമാണ്. കുറഞ്ഞത് ഇനി 108 തവണ ജപിക്കാൻ സാധിക്കാത്തവർക്ക് കുറഞ്ഞത് ഒരു നേരം 10 തവണയെങ്കിലും അർത്ഥം മനസ്സിലാക്കി ജപിക്കുന്നത് അത്യുത്തമം തന്നെയാണ്. മന്ത്രത്തിന്റെ അധിഷ്ഠാത്രിയായ ദേവി പഞ്ചമുഖിയും ദശഹസ്തയുമാണ്. തേജസ്, യശസ്, വജസ് എന്നീ ശക്തികൾ ചേരുന്ന ഊർജ സ്രോതസ്സാണ് ഗായത്രി. ഗായത്രി മന്ത്രം ഉരുവിടുമ്പോൾ ഈ 3 ശക്തികളും നമുക്ക് അനുഗ്രഹം നൽകും. നമുക്ക് നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ടും ഗായത്രി മന്ത്രം ജപിക്കാവുന്നതാണ്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ മന്ത്രങ്ങൾ ജപിക്കുന്ന സമയത്ത് വെറും നിലത്തിരുന്നു കൊണ്ട് ഒരു കാരണവശാലും ജപിക്കാനായിട്ട് പാടുള്ളതല്ല. ഒന്നുകിൽ ഒരു പലകയിലോ അല്ലെങ്കിൽ പൂജാ മാറ്റിലോ ഇരുന്നു കൊണ്ട് വേണം മന്ത്രങ്ങൾ ജപിക്കാനായിട്ട്. ഇനി നിങ്ങൾക്ക് ക്ഷേത്രങ്ങളിൽ ഇരുന്നു കൊണ്ട് ഗായത്രി മന്ത്രം ജപിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ, ക്ഷേത്ര ദർശന വേളയിൽ ജപിച്ചു കഴിഞ്ഞാൽ 4 ഇരട്ടി ഫലദായകമാണെന്നാണ് പറയുന്നത്. മന്ത്രങ്ങൾ പലരും പല രീതിയിലായിരിക്കും ജപിക്കുന്നത് അല്ലെ. ചില ആൾക്കാർ വളരെ ഉറക്കെ മന്ത്രങ്ങൾ ജപിക്കാറുണ്ട്. ചില ആൾക്കാർ മനസ്സിൽ ശബ്ദം താഴ്ത്തിയായിരിക്കും ജപിക്കുന്നത്. ഗായത്രി മന്ത്രം ഉറക്കെ ജപിക്കുന്നതിലും നല്ലത് മനസ്സിൽ ഉരുവിടുന്നത് തന്നെയാണ്. മനഃശുദ്ധിയും മനോബലവും വർദ്ധിക്കുന്നതോടൊപ്പം പോസിറ്റീവ് എനർജി നിറയ്ക്കാനും അതിലൂടെ ഐശ്വര്യം വർദ്ധിപ്പിക്കാനും ഗായത്രി ജപം സഹായിക്കും. ഏതൊരു മന്ത്രമായി കഴിഞ്ഞാലും നമ്മൾ അർത്ഥം മനസ്സിലാക്കി ജപിക്കുമ്പോൾ അതിന്റെ ഫലം വർദ്ധിക്കും. ഈ മന്ത്രം വ്യക്തമായിട്ടും തെറ്റുകൂടാതെയും ജപിക്കാനായിട്ട് ശ്രമിക്കണം. അതിന് ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ജപിക്കുക എന്നുള്ളതാണ്. ഏതൊരു മന്ത്രം തന്നെ ആയിക്കഴിഞ്ഞാലും അർത്ഥം മനസ്സിലാക്കി ജപിക്കുന്ന സമയത്ത് തെറ്റുകൾ വളരെ കുറവായിരിക്കും. ഓം ഭൂർഭുവസ്വഃ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. ആദ്യം തന്നെ നമുക്ക് ഇതിലെ പദാനുപദ വിവർത്തനം ഒന്ന് നോക്കാം. ഭൂമിയാണ്. ഭുവസ് എന്ന് പറയുന്നത് അന്തരീക്ഷമാണ്. സ്വർ എന്ന് പറയുന്നത് സ്വർഗത്തെയാണ്. തത് എന്ന് പറയുന്നത് ആ എന്നുള്ള അർത്ഥത്തിലാണ്. സവിതുർ എന്നാൽ സവിതാവിന്റെ, അതായത് സൂര്യന്റെ എന്നാണ്.
വരേണ്യം എന്നാൽ ശ്രേഷ്ഠമായ എന്നാണ്. ഭർഗസ് എന്നാൽ ഊർജപ്രവാഹം, അതായത് പ്രകാശത്തെയാണ് പറയുന്നത്. ദേവസ്യ എന്നാൽ ദൈവീകമായിട്ടുള്ള എന്നാണ്. ധീമഹി എന്നാൽ ഞങ്ങൾ ധ്യാനിക്കുന്നു. യാതൊന്ന്, ന ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ, ധിയ ബുദ്ധികളെ, പ്രചോദയാത് പ്രചോദിപ്പിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ മൊത്തത്തിലുള്ള സാരം എന്ന് പറയുന്നത് സർവശ്രേയസ്സുകൾക്കും നിദാനമായ ബുദ്ധിയുടെ പ്രചോദനമാണ് മന്ത്രത്തിലെ പ്രാർത്ഥനാ വിഷയം. ലോകം മുഴുവൻ പ്രകാശം പരത്തുന്ന സൂര്യഭഗവാൻ അതുപോലെ തന്നെ നമ്മുടെ ബുദ്ധിയെയും പ്രകാശിപ്പിക്കട്ടെ എന്നാണ് പ്രാർത്ഥനയുടെ സാരം. ഗായത്രിയുടെ ശബ്ദാർത്ഥം എന്ന് പറയുന്നത് ഗായന്തം ത്രായതേ ഇതി ഗായത്രി, ഗാനം ചെയ്യുന്നവനെ ത്രാണനം ചെയ്യുന്നത് എന്നാണ്. ഇനി ഈ ഗായത്രി മന്ത്രം ജപിക്കുന്നത് വഴി നമുക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങൾ അല്ലെങ്കിൽ ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. ഗായത്രി മന്ത്രം ജപിക്കുന്നത് അഷ്ടസിദ്ധികളും നേടിത്തരുമെന്നാണ് വിശ്വാസം. ഏതൊക്കെയാണ് അഷ്ടസിദ്ധികള്? അണിമ, മഹിമ, ലഘിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രകാശ്യം എന്നിവയാണ് അഷ്ടസിദ്ധികൾ എന്ന് പറയുന്നത്. അണിമ എന്നാൽ ആഗ്രഹം പോലെ ചെറുതാകാനുള്ള കഴിവ്. മഹിമ എന്നാൽ ഇഷ്ടാനുസരണം വലുതാവാനുള്ള കഴിവ്. ലഘിമ എന്നാൽ ഭാരമില്ലാത്തവനായി മാറാനുള്ള കഴിവ്. ഗരിമ എന്നാൽ ഏറെ ഭാരമുള്ളവനായി മാറാനുള്ള കഴിവ്. ഈശിത്വം എന്നാൽ ആരെയും തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് കൊണ്ടുവരാനുള്ള പ്രത്യേക കഴിവ്. വശിത്വം എന്നാൽ എല്ലാവരെയും വശീകരിക്കാനുള്ള കഴിവ്. പ്രാപ്തി എന്നാൽ മറ്റുള്ളവർക്ക് സ്പർശിക്കാൻ കഴിയാത്ത വസ്തുക്കളെ സ്പർശിക്കാനുള്ള കഴിവ്. പ്രകാശ്യം എന്നാൽ ഭൂമിയുടെ ഉള്ളിലേക്ക് അന്തർദാനം ചെയ്യാനും ആഗ്രഹിക്കുമ്പോൾ പുറത്തേക്ക് വരാനുമുള്ള കഴിവ്. ഗായത്രി മന്ത്രം ജപിക്കുന്നതിന് അതിൻ്റെ എണ്ണത്തിനനുസരിച്ച് ഓരോ ഫലങ്ങൾ നൽകുമെന്നാണ് വിശ്വാസം. നിഷ്കാമ്യ ജപം എല്ലാ സിദ്ധികളും മോക്ഷവും നൽകുന്നു. 1008 ചുവന്ന മലർകളാൽ ഗായത്രി ഹോമം ചെയ്താൽ രാജകീയ പദവി തേടിയെത്തുമെന്നാണ് പറയുന്നത്. ഇനി 1008 തവണ ഒഴുക്കുള്ള നദിയിൽ നിന്ന് ജപിച്ചാൽ സർവ്വ പാപങ്ങളും അകലും. ദിനംതോറും 1008 വീതം ഒരു വർഷം ജപിച്ചാൽ ത്രികാലജ്ഞാനം സിദ്ധിക്കും. 2 വർഷം ജപിച്ചാൽ അഷ്ടസിദ്ധികളും ലഭിക്കും. 3 വർഷം ജപിച്ചാൽ പരകായ പ്രവേശം ചെയ്യാനുള്ള സിദ്ധി കൈവരും. 4 വർഷം ജപിച്ചാൽ ദേവജന്മം ലഭിക്കും. 5 വർഷം ജപിച്ചാൽ ഇന്ദ്രനാവാം എന്നാണ് പറയുന്നത്. ഇനി 6 വർഷം ജപിച്ചാൽ ബ്രഹ്മലോകവാസം ലഭിക്കും. 7 വർഷം ജപിച്ചാൽ സൂര്യമണ്ഡലത്തിൽ ഗായത്രി ദേവിക്ക് സമീപസ്ഥനായിട്ട് കഴിയാൻ സാധിക്കും. ഇതൊക്കെയും ഗായത്രി മന്ത്രം കൃത്യമായിട്ട് ജപിച്ചാൽ ലഭിക്കുന്ന ഫലങ്ങളാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബുദ്ധിക്ക് ഉണർവേകുന്ന മന്ത്രമാണിത്. അത് ജ്ഞാനത്തിന് മാത്രമുള്ള ബുദ്ധി എന്നല്ല ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങൾ യഥാസമയത്ത് മനസ്സിലാക്കാനും വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് പ്രവർത്തിക്കാനുമുള്ള വിവേക ബുദ്ധി, പ്രായോഗിക ബുദ്ധി എന്നിവയെല്ലാം ഇതിൽപ്പെടും. ഏതൊരു കാര്യത്തിലും തടസ്സങ്ങളും തിരിച്ചടികളും നേരിടുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്നത് എന്താ? ബുദ്ധിമുട്ട് എന്നാണല്ലേ. അതായത് ബുദ്ധിക്ക് മുട്ട് അഥവാ തടസ്സം നേരിടുക. ഇത്തരം ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യാൻ നിത്യവുമുള്ള ഗായത്രി മന്ത്രോപാസന ഉത്തമമാണ്. അതുപോലെ തന്നെ ഓരോ സമയത്തുള്ള ജപത്തിനും ഓരോ ഫലങ്ങൾ പറയുന്നുണ്ട്. രാവിലെ ജപിക്കുന്നതിലൂടെ സരസ്വതി ദേവിയുടെ അനുഗ്രഹത്താൽ ജ്ഞാനവും, ഉച്ചയ്ക്ക് ജപിക്കുന്നതിലൂടെ ദുർഗാദേവിയുടെ അനുഗ്രഹത്താൽ ദുരിതശാന്തിയും, സന്ധ്യയ്ക്ക് ജപിക്കുന്നതിലൂടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്താൽ ഐശ്വര്യവും ലഭിക്കും എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇനി പലർക്കും ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സംശയമാണ്, അശുദ്ധിയുള്ള സമയത്ത്, പീരീഡ്സ് പോലുള്ള സമയത്ത്, പുലാവാലായ്മയുള്ള സമയത്ത് ഈ ഒരു മന്ത്രം ജപിക്കാമോ എന്നത്. ഒരിക്കലും സാധിക്കില്ല. ശുദ്ധിയുള്ള സമയങ്ങളിൽ മാത്രം ജപിക്കാൻ സാധിക്കുന്നതാണ് മന്ത്രങ്ങൾ. ഗായത്രി മന്ത്രവും മന്ത്രമാണ്. അതുകൊണ്ട് തന്നെ ശുദ്ധിയുള്ള സമയങ്ങളിൽ മാത്രമേ ഇത് ജപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ കുറച്ചു പേർക്കെങ്കിലും ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങളോ അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സ് വഴി അറിയിക്കാവുന്നതാണ്. നന്ദി.